ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാ തിങ്കളും വെള്ളിയും ഞാൻ 7:30 മണിക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ മട്ടൻ ബിരിയാണിയാണ്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാം. കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് ഫെയിൽ ആവുകയില്ല. അപ്പോൾ ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബിരിയാണി നല്ല സൂപ്പറായിട്ട് വന്നു. എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കുന്ന ഡിഷസിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡിഷാണിത്, മട്ടൻ ബിരിയാണി. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഉള്ളി വറുത്തെടുക്കാം. അപ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഉള്ളി വറുക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി കോമ്പിനേഷനായിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ തീയിൽ ഒരു പാനിൽ വെച്ചിട്ട് നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരിയതായിട്ട് അരിഞ്ഞ സവാള, അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും ഉപ്പും ഒരു ലേശം പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തതാണ്. അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം വളരെ നേരിയതായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പം ഈ എയർ ഫ്രയർ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എയർ ഫ്രയറിൽ ഇട്ടിട്ടും വേണമെങ്കിൽ ഇത് വറുത്തെടുക്കാം. അപ്പം അത്രയും കുറവ് എണ്ണയും നെയ്യൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഉള്ളിനെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക എന്നതാണ്. അപ്പോൾ നമ്മുടെ മട്ടൻ ബിരിയാണിയുടെ ബേസും ഈ ഉള്ളിയുടെ വറുത്തെടുത്ത ഉള്ളിയാണ്. അപ്പം അത് ലേശം പിങ്ക് ആവും, പിന്നെ കുറച്ച് ബ്രൗൺ ആവും, അങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആവും. അപ്പം നമുക്കിത് മാറ്റി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും, ഇത് ഗാർണിഷിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ എണ്ണ എടുത്തിട്ട് വറുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ ഇതും കൂടെ വറുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നെക്സ്റ്റ് മട്ടൺ മാരിനേഷനാണ്. മട്ടൺ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അതായത് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, നമ്മൾ വറുത്തെടുത്ത ഉള്ളിയുടെ ഒരു ഭാഗം, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയും നമുക്ക് ഈ മട്ടനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. എല്ലാ പൊടികളും കൂടി മട്ടനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നാരങ്ങനീരോ വിനാഗിരിയും കൂടെ ചേർക്കാം മാരിനേഷനിലേക്ക്. അതൊരു നല്ല ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഞാനിതിൽ ചേർത്തിട്ടില്ല. ഞാൻ പിന്നെ റൈസ് ഉണ്ടാക്കുമ്പോഴാണ് നാരങ്ങനീര് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പുരട്ടി എടുക്കുക. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ മട്ടൻ മസാല ഞാൻ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയം സേവ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ ഉള്ളി വറുത്ത എണ്ണയുടെ ബാക്കിയും കുറച്ചും കൂടി വെളിച്ചെണ്ണയും നെയ്യും കൂടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചിരുന്നതിൻ്റെ ബാക്കി ഭാഗം ചേർത്ത് വെക്കാം. ഇനി ഇതൊന്ന് മൂക്കണ വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതായത് ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് നല്ലൊരു കുക്കായ സ്മെല്ല് വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ആഡ് ചെയ്യേണ്ടത് തക്കാളിയാണ്. അപ്പോൾ തക്കാളി നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എത്ര നേരിയതായിട്ട് സ്ലൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും നേരിയതായിട്ട് സ്ലൈസ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. അതും കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഉടയണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിവിടെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് റഫ് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ പകുതി ഭാഗം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ബാക്കി ഭാഗം നമുക്ക് നമ്മുടെ റൈസ് ഉണ്ടാക്കുമ്പോഴും പിന്നെ ലെയർ ചെയ്യുമ്പോഴൊക്കെ ആവശ്യം വരും. അപ്പം അതുകൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളി നന്നായിട്ട് ഉടയണ വരെ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. ഈ മട്ടനെ ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് സോട്ടേ ചെയ്യണം. ഇപ്പൊ മസാലയൊക്കെ നന്നായി പിടിച്ച് ഒന്ന് കുക്കായി വരുന്ന വരെ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് നാരങ്ങനീര് ഞാൻ ഒഴിച്ചു കൊടുക്കാണ്. അതും ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, കരിവേപ്പിലയും ഉള്ളിയും സവാളയും, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നമുക്ക് ഗാർണിഷിന് സേവ് ചെയ്ത് വെക്കണം. ബാക്കി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
അതും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഉള്ളിയാണ് ഈ മസാലയ്ക്ക് കുറച്ച് ഒരു കട്ടി കൊടുക്കുക. അപ്പോൾ തിക്കാക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ വറുത്ത ഉള്ളി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് തിളച്ചോട്ടെ. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്രഷ് ആയിട്ട് പൊടിച്ചതാണെങ്കിൽ അടിപൊളി. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, എന്നാലേ അതിൻ്റെ വേവ് കറക്റ്റ് ആവുള്ളൂ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് പ്രഷർ കുക്ക് ചെയ്ത് മസാല റെഡിയാക്കാം. അപ്പം അതിനായിട്ട് ഹൈ ഫ്ലെയിമിൽ നമ്മൾ പ്രഷർ കുക്കർ കവർ ചെയ്തിട്ട് ഒരു 6-7 വിസിലിന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ അടച്ചു വെച്ചിട്ട് ഇത് കുക്കാവട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയുടെ റൈസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു 4 കപ്പ് വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ഹോൾ സ്പൈസസും കുറച്ച് അരിഞ്ഞ സവാളയും മല്ലിയിലയും പുതിനയിലയും നെയ്യും ഒക്കെ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ജീരകശാല അല്ലെങ്കിൽ കൈമ അരി നന്നായിട്ട് ഒരു 10 മിനിറ്റ് നേരം സോക്ക് ചെയ്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. അതിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 80% ഈ അരി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് മുമ്പ് ഞാൻ കുറച്ച് ലൈം ജ്യൂസും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് 80% ഒന്ന് കുക്കായി വരുന്ന വരെ നമുക്ക് അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെ വെന്തു എന്ന് അറിയാമെന്ന് വെച്ചാൽ, ഇപ്പോൾ മുകൾ ഭാഗത്തുള്ള വെള്ളം മുഴുവൻ പറ്റിയിട്ട് ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുന്നുണ്ടാവും. പക്ഷെ ഉള്ളിലേക്ക് നമ്മൾ ഈ കയ്യിലിട്ടിട്ട് ഇളക്കി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളത്തിന് അംശം ഉണ്ടാവും. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ആ സ്റ്റേജിൽ എത്തുമ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ബിരിയാണി ലെയർ ചെയ്യാനായിട്ട് ഞാനിത് അരി വേവിച്ചെടുത്ത സെയിം പാത്രമാണ് ഉപയോഗിക്കുന്നത്. അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് നന്നായിട്ട് ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ വറുത്ത ഉള്ളി, കുറച്ച് ഗരം മസാല പൊടി, അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിന, മല്ലിയില ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മട്ടൻ മസാലയുടെ ഒരു പോർഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിൻ്റെ ഗ്രേവിയും മട്ടൻ്റെ പീസസും ഒക്കെ ഇട്ടിട്ട് നല്ല ഈവൺ ആയിട്ട് ലെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത ലെയർ ഓഫ് റൈസ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് കുക്ക് എടുത്തിട്ടുള്ള ബിരിയാണി റൈസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓരോരോ ലെയർ ആയിട്ട് മുഴുവൻ തീരുന്ന വരെ ഇങ്ങനെ ലെയർ ചെയ്തെടുക്കണം. അപ്പോൾ അടുത്ത ലെയർ റൈസ് ഇടുക. അതൊന്ന് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, നല്ല ടൈറ്റായിട്ട് പാക്ക് ആവണ പോലെ. അതിൻ്റെ മുകളിൽ കൂടെ പിന്നെയും മല്ലിയില, പുതിനയില, ഉള്ളി, ഗരം മസാല പൊടി എന്നിവ ചേർത്തിട്ട് ലാസ്റ്റ് ലെയർ ആവണ വരെ, അതായത് നമ്മുടെ ചോറും മട്ടനൊക്കെ തീരണ വരെ ലെയർ ചെയ്തെടുത്തതാണ്. ഫൈനൽ ലെയറിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉള്ളിയൊക്കെ ചേർത്തിട്ട് സവാളയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഈവൺ ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ലെയറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല ടൈറ്റ് ആയിട്ട് ഇതിനെ പാക്ക് ചെയ്തെടുക്കുക. ഗ്യാപ്പ് ഒന്നും പാടില്ല, നല്ല ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതിൻ്റെ മൂടി ഇട്ടിട്ട് നന്നായിട്ട് അടയ്ക്കാം. അപ്പോൾ പാൻ എടുക്കുമ്പോൾ അതിന് നല്ലോണം പാകമുള്ള ഒരു മൂടിയും കൂടെ നോക്കിയിട്ട് വേണം എടുക്കാൻ.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ദമ്മ് വെക്കണം. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു പഴയ ഇരുമ്പിന്റെ തവയാണ്. അപ്പോൾ അതിന്റെ കൈയൊക്കെ പോയിട്ട് ഒരു പഴയ തവയാണ്, അത് ഞാൻ ദമ്മിന് മാത്രം ഉപയോഗിക്കുന്ന തവയാണ് ഞങ്ങളുടെ വീട്ടില്. അപ്പൊ അത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ബിരിയാണി പോട്ട അതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പൊ ഇത് കറക്റ്റ് ഫിറ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് സിമ്മറിൽ, അതായത് ഏറ്റവും ചെറിയ തീയിൽ നമുക്കൊരു 25-30 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ ബിരിയാണി റെഡിയായോന്ന് എങ്ങനെ മനസ്സിലാവാന്ന് വെച്ചാൽ ഇതിന്റെ മുകളില് അലുമിനിയം ലെയറിന്റെ അവിടെ തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി റെഡിയായി നടത്താം. അപ്പൊ നമ്മൾ ദമ്മ് പൊട്ടിച്ചിട്ട് ഇത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും ബിരിയാണി. അപ്പൊ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം വിളമ്പാനെടുക്കാൻ. ഇപ്പൊ റൈത്തയും പപ്പടവും പിക്കിളൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ആയിട്ട് ഒരു സൺഡേ ബിരിയാണി എൻജോയ് ചെയ്യാം. ഇപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക. അടുത്ത പ്രാവശ്യം കാണാം.